അപ്പൊ ഉസ്മാൻ അപ്പുവേ അപ്പുവേ ഉസ്മാൻ അപ്പുവേ. ഇപ്പോൾ ലോക മലയാളികൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഒരു പഴയകാല കഥയുണ്ട്. അപ്പു വന്നുപെട്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശബരിമലക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ പോകുന്നതാണ് അപ്പു. മലയാളികളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലൊരു സൈഡ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ അപ്പുവിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അവൻ്റെ പഴയകാല ചരിത്രം എന്ന് പറയുന്നത്, അവനൊരു അമ്മയുണ്ട്, അച്ഛനൊക്കെ ഉണ്ട്. അവർ കാസർഗോഡായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആ അമ്മയ്ക്കിപ്പോൾ സുഖമില്ല, ക്യാൻസറാണ്, അർബുദമാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാലം അവരാരും അന്വേഷിച്ച് വന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം ഇതായിരുന്നു, അമ്മക്ക് സുഖമില്ല. അപ്പോൾ ശബരിമലക്ക് പോയപ്പോൾ എനിക്ക് ഓൺ ദ വേ വഴിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പുവിനെ. കാസർഗോഡുള്ള സ്വാമിമാരുടെ കൂടെയാണ് അവൻ വന്നത്. ഞാൻ മലപ്പുറത്താണ് വീട്. മലപ്പുറത്തു നിന്നാണ് എൻ്റെ കൂടെ അവൻ ജോയിൻ ചെയ്തത്. അങ്ങനെ ആരും നോക്കാനില്ലാതെ അവസാനം എൻ്റെ കൂടെ അവൻ വരികയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ആ അമ്മയുടെ ചികിത്സക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിയാൽ മലയാളികൾ വലിയൊരു ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പുത അവന് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെ നടന്നത് എന്ന് ചിന്തിക്കുക. പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്താൽ അമ്മയ്ക്ക് കീമോ ചെയ്യാനും മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്കും വേണ്ടി മലയാളികൾ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പുവിന് എല്ലാവരും കഴിയുന്നവർ ഒരു ചെറിയൊരു തുക, എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു തുക കൊടുക്കുക. ഇനി തുക ആയിട്ട് സഹായിക്കാൻ കഴിയാത്തവരുടെ പ്രാർത്ഥന എപ്പോഴും ആ അമ്മയുടെ കൂടെ വേണം. വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുടുംബം. അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല. അത് അമ്മയുടെ പേര് സുമാദേവി എന്നാണ്. ഭർത്താവ് ഹരിഹരൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. ഇത്രയും കാലം അവനെ ആരും അന്വേഷിച്ച് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അതിൽ നിന്ന് അവന് അങ്ങനെ അവകാശവാദം ഉന്നയിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഈ അടുത്ത് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരമ്മ കമൻ്റ് ചെയ്തു. അപ്പുവിൻ്റെ പഴയകാല ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഏതാണ്ട് അവർ പറഞ്ഞതിൽ നിന്നും അപ്പുവിനെ നോക്കിയത് ആ അമ്മ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആ അമ്മ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാണ്. അവരിപ്പോൾ ഒരു അർബുദം അഥവാ ക്യാൻസറിൻ്റെ ചികിത്സയിലാണ്. അപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി പണമില്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അപ്പുവിനെ ഞാൻ തിരിച്ച് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, വേണ്ട, മോൻ തന്നെ നോക്കിയാൽ മതി. അപ്പുവിനെ നോക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞങ്ങളിപ്പോൾ ഉള്ളത്. അവർ പത്തനംതിട്ട സ്വദേശികളാണ്. അവർ കുറച്ചു കാലം കാസർഗോഡാണ് താമസിച്ചിരുന്നത്. ആ സമയത്താണ് അമ്മയ്ക്ക് അർബുദം കാര്യങ്ങളൊക്കെ പിടിപെട്ടത്. അപ്പോൾ അമ്മയ്ക്ക് ചികിത്സക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു തുക ചിലവുണ്ട്. അപ്പോൾ അവർ ചികിത്സാ കാര്യത്തിന് വേണ്ടി തിരിച്ച് നാട്ടിൽ പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴി അപ്പുവിനെ മറ്റു വഴികളൊന്നും ഇല്ലാതെ അയൽക്കാരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അവരൊക്കെ നോക്കാമെന്ന് പറഞ്ഞെങ്കിലും ആരും നോക്കിയില്ല. അങ്ങനെ അപ്പു ഒറ്റപ്പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് നടന്നു. ആ ഒരു സമയത്താണ് ഞങ്ങൾ ശബരിമലക്ക് പോകുന്നത്. കാസർഗോഡുള്ള സ്വാമിമാരുടെ കൂടെയാണ് അപ്പു വന്നത്. ഞാൻ ഓൺ ദ വേ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ്. ഞാൻ ഓൺ ദ വേ അവരുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. അങ്ങനെയാണ് ശബരിമലക്ക് പോകുമ്പോൾ അപ്പുവിനെ എനിക്ക് കിട്ടിയതും പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ അപ്പു എൻ്റെ കൂടെ ആയതും. മറ്റാരും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അപ്പുവിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആ അമ്മ പറഞ്ഞതാണ്, മോൻ തന്നെ നോക്കിയാൽ മതി, മോൻ നല്ല രീതിയിൽ അവനെ നോക്കുന്നുണ്ടല്ലോ, വലിയൊരു സമാധാനമാണ്. അമ്മയ്ക്കിപ്പോൾ ചികിത്സ കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് അപ്പുവിനെ നോക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. ഇപ്പോൾ ഞങ്ങൾ കാലത്ത് നല്ല രീതിയിൽ അവനെ നോക്കിയിരുന്നു. ഇപ്പോൾ മോൻ നല്ലപോലെ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് കാര്യങ്ങൾ അമ്മ ഇട്ടിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോയിലേക്ക്. അപ്പോൾ ആ അമ്മ ഇന്ന് അർബുദ ചികിത്സയ്ക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ്. 1 വർഷത്തിലേറെയായി കീമോ ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ മലയാളികളെ കൊണ്ട് പറ്റുന്നൊരു സഹായം, അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കാസർഗോഡ് മുതൽ പത്തനംതിട്ടയിൽ നിൽക്കുന്ന ശബരിമല വരെ അവൻ്റെ ആ വയ്യാത്തൊരു കാലും വെച്ചിട്ടാണ് അവൻ നടന്നു വന്നത്. അപ്പോൾ ആ ഒരു അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം അവൻ ഇത്രത്തോളം ദൂരെ നടന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം, ചെറിയൊരു തുക ആ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്
നിക്ഷേപിക്കാൻ കഴിയുന്ന മലയാളികളൊന്ന് നിക്ഷേപിച്ച് കൊടുക്കുക. ഞാനൊരു അക്കാദമി നടത്തുന്നുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആർമി നേവി കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അവർക്കുള്ള ക്ലാസ്സും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പല കുട്ടികളുടെ അടുത്തൊന്നും ഫീസ് പോലും വാങ്ങാതെയാണ് അക്കാദമി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാവപ്പെട്ട കുട്ടികളാണ് അധികം പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ അമ്മ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഒരു വലിയൊരു സാമ്പത്തിക സ്ഥിതിയിലല്ല എൻ്റെ അക്കാദമി ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് വലിയൊരു തുക കൊടുത്ത് സഹായിക്കാൻ എന്നോട് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ മലയാളികളോട് ഈ സഹായം തേടുന്നത്. നല്ലവരായ മലയാളികൾ സഹായിക്കും തന്നെ കരുതുന്നു. ആ അമ്മയുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ നല്ലവരായ മലയാളികൾ അപ്പുവിനെ സ്നേഹിച്ച പോലെ അപ്പുവിനെ ഇത്രയും കാലം നോക്കി വളർത്തിയ ഒരു അമ്മയുണ്ട്. അവനിപ്പോൾ ഏകദേശം 4-5 വയസ്സായി. അപ്പോൾ എത്രത്തോളം നോക്കി വളർത്തിയ അമ്മ തന്നെയാണ് അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും ത്യാഗം സഹിച്ച് ഈ വയ്യാത്ത കാലം വെച്ച് അതുവരെ നടന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സഹായിക്കാം. മലയാളികളുടെ എല്ലാ സഹായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. അതുപോലെ അസുഖങ്ങളും മറ്റുമായി ബുദ്ധിമുട്ടുന്നവർക്കും കൂടെ ആ ഫണ്ടിൽ നിന്നും തുക കണ്ടെത്തിയിട്ട് അവരുടെ ചികിത്സക്ക് കൂടെ ആ ഒരു തുക ഉപയോഗിക്കുന്ന ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. എല്ലാവരും സഹായിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാ മലയാളികൾക്കും മഴ വന്നിട്ടുണ്ട്. അപ്പുണി കഴിയുന്നവർ ഒരു ചെറിയൊരു തുക, എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു തുക കൊടുക്കുക. ഇനി തുക ആയിട്ട് സഹായിക്കാൻ കഴിയാത്തവരുടെ പ്രാർത്ഥന എപ്പോഴും അമ്മയുടെ കൂടെ വേണം.